മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തതിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തായിരിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായ നിയമ നടപടി, പ്രതിഷേധം പുറത്തേക്ക് ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ തോതിൽ ആ ഫോട്ടോ ചർച്ച ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട്. ചേവായൂർ പോലീസാണ് ചോദ്യം ചെയ്യുക. കലാപാഹ്വാനത്തിനാണ് എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ, ആ ഫോട്ടോ പങ്കുവച്ചതിന് പിന്നാലെ പൊല്ലാപ്പിലായത് KPCC രാഷ്ട്രീയ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനാണ്. അദ്ദേഹത്തിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയും ആദ്യഘട്ടത്തിൽ മൊഴിയടക്കമെടുത്ത് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ എൻ സുബ്രഹ്മണ്യനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ബെയിലബിളായ ഒരു ഒഫൻസിന് എന്തിനാണ് എൻ്റെ വീട്ടിൽ അതിരാവിലെ വന്ന് എന്നെ പ്രാതൽ പോലും കഴിക്കാൻ അനുവദിക്കാതെ, മരുന്ന് കഴിക്കാതെ എന്നെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോയത്? 1. 2, FIR നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബെയിലബിൾ ആയ ഒരു കേസിൽ, IT ആക്ട് പ്രകാരം എടുക്കാത്തൊരു കേസിൽ എന്തിനാണ് എൻ്റെ ഫോണ് പോലീസ് പിടിച്ചു വാങ്ങിയത്? ആർക്ക് വേണ്ടിയാണ് പോലീസ് ഈ ഗുണ്ടാപ്പണി ചെയ്യുന്നത്? ആ കാര്യങ്ങളിലൊക്കെ പോലീസ് ചില വ്യക്തത എന്നോട് പറയേണ്ടതുണ്ട്. എനിക്ക് ചില ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഞാൻ എന്ത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുക. താങ്കളുടെ മൊബൈൽ ഫോൺ അടക്കം കഴിഞ്ഞ ദിവസം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ താങ്കൾ പങ്കുവച്ച ദൃശ്യമടക്കം അതടക്കം, അപ്പം അതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് വീണ്ടും ഒരു ചോദ്യം. ആകട്ടെ, ചോദിക്കട്ടെ പോലീസ്. പക്ഷേ ഇങ്ങനെ ആ കേസിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലോ. കലാപാഹ്വാനല്ലേ കേസിന് ആധാരമായ കാര്യം. കേരളത്തിൽ എവിടെയും കലാപം നടന്നിട്ടില്ലോ. 2-3 ദിവസമായില്ലേ, 4 ദിവസമായി, 5 ദിവസമായി. അപ്പോൾ പോലീസിനൊന്നല്ല ആവശ്യം. പോലീസ് സ്വർണ്ണക്കൊള്ള മറയ്ക്കണം. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേരളത്തിൽ ഉയരാൻ പാടില്ല. ഈ സ്വർണ്ണക്കൊള്ള ഒളിപ്പിക്കാനുള്ള പോലീസിൻ്റെ ശ്രമം, ഇത്തരം ചോദ്യങ്ങളൊന്നും കേരളത്തിൽ ആരും ചോദിക്കാൻ പാടില്ല എന്നാണ് സർക്കാർ നൽകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതിനുവേണ്ടിയാണ് ഇത്തരം കേസുകൾ, അതിനുവേണ്ടിയാണ് ഈ നാടകങ്ങൾ. അത് വ്യാജം എവിടെ നിന്ന് കിട്ടിയെന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് തന്നെ ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് ക്യാപ്ചർ ചെയ്തെടുത്ത ഫോട്ടോയാണ്. ആ വീഡിയോ തന്നെ ഫുള്ള് മുഖ്യമന്ത്രി വിട്ടിട്ടില്ല പുറത്ത്. ആ ഫുൾ വീഡിയോ വിടട്ടെ. മുഖ്യമന്ത്രി അവിടെ വന്നിറങ്ങുന്നത്, ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്, അവസാനിക്കുന്നത്, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആവശ്യമുള്ള ഒരു ചെറിയ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ മുഴുവൻ വീഡിയോയും പുറത്തു വന്നാൽ ഞാൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ആ വീഡിയോയിൽ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ വീഡിയോയിലുണ്ട്. അത് നമ്മൾ പരിശോധിച്ചത് യഥാർത്ഥ ചിത്രമാണെങ്കിൽ താങ്കൾ അതൊരു ഘട്ടത്തിൽ പിൻവലിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അങ്ങനെയല്ല, ചില ബോധ്യത്തിൻ്റെ അടിസ്ഥാനം നമ്മൾക്ക് സതുദ്ദേശപരമായി പല ആളുകളും പ്രചരിപ്പിക്കുന്ന എൻ്റെ വാളിൽ ഉണ്ടാകുന്ന പടം ഏതാണെന്ന് എനിക്ക് തീരുമാനിക്കാമല്ലോ. അതുകൊണ്ട് മാറ്റിയെന്ന് മാത്രമേ. രണ്ടാമത്തെ ചിത്രം യഥാർത്ഥ ചിത്രമാണെന്ന് വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. എല്ലാ ചിത്രങ്ങളും യഥാർത്ഥ ചിത്രമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ തന്നെ മൊബൈൽ ഫോൺ അടക്കം അവിടെ വാങ്ങി വെച്ചിരുന്നു. ആ മൊബൈൽ ഫോണിലുള്ള ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് സുബ്രഹ്മണ്യനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം പങ്കുവെച്ച ഫോട്ടോ, രണ്ടാമത് പങ്കുവെച്ച ഫോട്ടോ, താൻ പങ്കുവെച്ചതെല്ലാം യഥാർത്ഥ ചിത്രമാണ് എന്ന വാദത്തിൽ കൂടി അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.